കോഴിക്കോട് താമരശ്ശേരിയിൽ ജ്വല്ലറിയിൽ നിന്ന് 54 പവൻ സ്വർണം മോഷ്ടിച്ച വിരുദ്ധന്മാരെ പിടികൂടാൻ സഹായിച്ചതും CCTV ക്യാമറ തന്നെയാണ്. ക്യാമറയിൽ സ്പ്രേ പെയിന്റ് അടിച്ച് കാഴ്ചയൊക്കെ മറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യം പതിഞ്ഞ ദൃശ്യങ്ങൾ അത് പ്രതികളെ വലയിലാക്കാൻ സഹായിച്ചു. 54 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 53 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി കോഴിക്കോട് താമരശ്ശേരിയിലെ റന ജ്വല്ലറിയിൽ നിന്ന് 54 പവൻ സ്വർണം മോഷണം പോയി. അതിൽ 42 പവൻ സ്വർണം തിരിച്ചു കിട്ടുകയും ചെയ്തു. പ്രതികളെ പിടികൂടുകയും ചെയ്തു. അതിന് സഹായകരമായത് ഈ ആംഗിളിൽ കാണുന്ന CCTV ദൃശ്യമാണ്. വളരെ ആസൂത്രിതമായാണ് മൂവർ സംഘം മോഷണം നടത്തിയത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷനും റന ഗോൾഡ് ജ്വല്ലറിക്കും സമീപത്തായിരുന്നു പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ജ്വല്ലറിയുടെ ദിനേനയുള്ള പ്രവർത്തനവും അവിടുത്തെ സാഹചര്യവും പ്രതികൾ മനസ്സിലാക്കി. പുലർച്ചെയായിരുന്നു മോഷണം. ജ്വല്ലറിയുടെ ചുമർഭാഗം ഒരാൾക്കകത്തു കടക്കാൻ വിധം പൊളിച്ചു മാറ്റി. ശ്രദ്ധയിൽപ്പെട്ട CCTV ക്യാമറകൾ സ്പ്രേ ചെയ്ത് കാഴ്ച മറച്ചു. അവർ കയറി ഉടനെ തന്നെ CCTV അവർ ഉള്ളിൽ കയറി ഫസ്റ്റ് തന്നെ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് CCTV മറച്ച്. പിന്നെ അവിടെ നിന്നുള്ള കണക്ഷനൊക്കെ ഒഴിവാക്കി. പിന്നെ ഉള്ളിലുള്ളൊരു CCTV അവർ കാണാത്തായിരുന്നു. പിന്നെ അതും കണ്ട് അതും ഒഴിവാക്കിയതിന് ശേഷമാണ് 1:30 ഇവർ ഉള്ളിൽ കയറിയത്. ഇവർ ഇറങ്ങി പോകുന്നത് 5:20 5:30 അന്ന് സുബൈ ബാങ്ക്. അതിന് മുമ്പ് ഇവർ സാധനം എടുത്ത് പുറത്ത് പോകുന്നുണ്ട്. ലോക്കറിലുണ്ടായിരുന്ന 54 പവൻ സ്വർണം അടിച്ചു മാറ്റി. എന്നാൽ സ്പ്രേ ചെയ്യും മുൻപുള്ള ദൃശ്യത്തിൽ തന്നെ പ്രതികളെ കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പോലീസിന് പ്രതികളെ വേഗത്തിൽ തിരിച്ചറിയാൻ മറ്റൊരു CCTV ദൃശ്യവും സഹായകരമായി. ഈങ്ങാപ്പുഴയിലെ കുന്നുമ്മൽ ജ്വല്ലറിയിൽ പ്രതികൾ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യമാണിത്. അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം കൂടുതലൊന്നും അടിച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. കുറച്ചു വെള്ളി ആഭരണങ്ങളും 10,000 രൂപയുമാണ് മോഷ്ടിക്കാനായത്. കുറച്ചുകൂടി കേസിന് എളുപ്പമായത് ഇതിന് തൊട്ടടുത്ത് ഒരു മാസം മുമ്പ് ഈ ഈങ്ങാപ്പുഴയിലുള്ള ഒരു കുന്നുമ്മൽ ജ്വല്ലറിയിൽ ഇതേ ടീം തന്നെ കളവ് നടത്തിയിരുന്നു. അവിടുത്തെ CCTV ഇവിടുത്തെ CCTV നോക്കുമ്പോൾ ഏകദേശം ഒരേ ടീമാണെന്നുള്ള മനസ്സിലായി. അതിൻ്റെ പിന്നാലെയാണ് പോലീസ് നോക്കിയത്. അവർ പോയ വഴികൾ പിന്നെ ഈ വണ്ടി പോയതും എല്ലാം ക്യാച്ച് ചെയ്തിട്ടാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. പൂനൂർ സ്വദേശി നവാഫ്, സഹോദരൻ നിസാർ, സുഹൃത്ത് മുഹമ്മദ് നിഹാൽ എന്നിവരാണ് പ്രതികൾ. അവിടെ പോയിട്ട് അവരന്ന് ടൂൾസ് കൊണ്ടുപോയില്ലായിരുന്നു. ലോക്കർ കട്ട് ചെയ്യാനുള്ള ഇതൊന്നും കൊണ്ടുപോയില്ലായിരുന്നു. ഇവിടെ നിന്നാണ് കറക്റ്റ് ചെയ്യാൻ പറ്റി. അവിടുന്ന് ഇല്ല, അവർക്ക് ലോക്കർ പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പുറത്തുള്ള വെള്ളികൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. സമീപത്തെ 50-ലധികം കടകളുടെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. മോഷണം നടന്ന 14-ാം ദിവസം പ്രതികൾ പിടിയിലായി. ആ സംഭവത്തിന് ശേഷം പുതിയ CCTV ക്യാമറകളൊക്കെ വീണ്ടും സ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയും ഒരു സംഭവം ഉണ്ടായാൽ CCTV പിടിക്കുമെന്ന് ഉറപ്പാണ്. അതുമാത്രവുമല്ല, കുറെ കൂടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.